FIR ഇട്ട് കഴിഞ്ഞു. ഇനി കേസുമായി മുന്നോട്ട് പോയേ പറ്റൂ. സർ, എന്റെ ഭാര്യയായ ചന്ദ്ര തന്നു പറയുന്ന പരാതി വ്യാജമാണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് മാത്രമാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു മാൻ മിസ്സിംഗ് ഇഷ്യൂയും കൂടിയുണ്ട്. കാണാതായ ചന്ദ്രലേഖയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവര് ജീവനോടെ തിരിച്ചു വരാത്തടത്തോളം കാലം പ്രതിയെന്ന് സംശയിക്കുന്നവരെ തുറന്നുവിടാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന ബ്ലഡ് അത് നിങ്ങൾക്കെതിരാ. തൽക്കാലം വക്കീലിന്റെ സഹോദരി വിടാൻ ഞങ്ങൾ തയ്യാറല്ല. അവരെ പ്രതിയാക്കിയാണ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടുന്ന് ജാമ്യം എടുത്തോ. അതും കിട്ടുമെങ്കിൽ മാത്രം. സർ, സാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? FIR ഇട്ടുപോയിന്നറിയാം. എങ്കിലും എന്തെങ്കിലും ഒരു ഫേവർ. സർ, എന്റെ ചേച്ചി നിരപരാധിയാണ്. സർ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സോറി മിസ്റ്റർ സിദ്ധാർത്ഥൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിദ്ധാർത്ഥൻ കോടതി വഴി നീങ്ങും. അതല്ലാതെ വേറൊന്നും ഇനി ചെയ്യാനില്ല. ഹലോ സർ, ചേച്ചി പേടിക്കണ്ട. കോടതിയിൽ നമുക്ക് ജാമ്യം എടുക്കാം. അപ്പോ കേസ് ചാർജ് ചെയ്യും അല്ലേ കളിയാ? അതെ. എന്നെ ജയിലിലേക്ക് വിടുവോ മോനെ? ഇല്ല ചേച്ചി, അങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇതൊരു കള്ളക്കേസാണെന്ന് ഞാൻ കോടതിയിൽ പറയും. അപ്പൊ നമുക്ക് ജാമ്യം കിട്ടും. എന്നാലും അവള് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മോനെ. വിഷപ്പാമ്പിനെ നീ പാലൂട്ടി വളർത്തുന്നു പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളൊക്കെ പറഞ്ഞാണ് ശരിയെന്ന്? അബദ്ധം പറ്റി. അതിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേച്ചി കരയല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ, സ്വാമി ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. അവിടെ തന്നെ ഉണ്ടാവണം. ഡിസ്ചാർജ് ഒന്നും വാങ്ങി പോയേക്കരുത്. ഈ സമയത്ത് നിരഞ്ജൻ സാറും അക്ഷരമേടം കൂടി ഇങ്ങോട്ട് വന്നാല് അവര് ദേവികയുടെ മുന്നിൽ ചെന്ന് പെടും. പിന്നത്തെ സ്ഥിതി അറിയാലോ സാറിന്. ഞാൻ പറഞ്ഞതാ സ്വാമി, കേൾക്കണ്ടേ? ഇവിടെ മൊത്തത്തിൽ കുഴപ്പ. ആ ശരവണനും ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അയാൾക്ക് എന്ത് പറ്റി? ആരോ തല്ലിയതാ. ഇന്നലെയും അവൻ ഇവിടെ വന്നിരുന്നല്ലോ. അതെ, എന്തിന്? നിരഞ്ജനെ അന്വേഷിച്ചാ വന്നത്. ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഓ, ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അപ്പൊ സംശയിക്കേണ്ട സാറേ, ശരവണനെ ആക്രമിച്ചത് നിരഞ്ജൻ സാറിന്റെ ആൾക്കാർ തന്നെ. എന്ന് വെച്ചാ ഇരുട്ടും പരുന്തും. അതെന്തിനാ നിരഞ്ജൻ ശരവണനെ തല്ലുന്നത്? അതെ, എനിക്ക് എങ്ങനെ അറിയാം സാർ. എന്തായാലും പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുന്നവരാ ഇപ്പൊ ആശുപത്രിയിൽ. അവര് തമ്മിൽ കാണും, വഴക്കാവും. അത് ആർക്കൊക്കെ ദോഷം ചെയ്യുന്നു അത് കഴിയുമ്പോഴേ പറയാൻ പറ്റൂ.